ഇന്ന് നമുക്കൊരു സിമ്പിൾ ആൻഡ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ റെസിപ്പി കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈമൊന്നും ആവശ്യമില്ല. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ റെസിപ്പി കിട്ടുകയും ചെയ്യും. ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ഏലയ്ക്ക, ഒരു 4 ഗ്രാമ്പൂ, ഒരു 10 കുരുമുളക്, അതേപോലെ തന്നെ ചെറിയ കഷ്ണം പട്ട, ഒരു പകുതി സ്റ്റാർ അനീസും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിലേക്ക് ഒരു അരമുറി സവാളയും ചേർത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് വരട്ടിയെടുക്കാം. ഇനി അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു തക്കാളി അരച്ച് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് നമ്മൾ ഒരു തക്കാളിയാണ് എടുക്കുന്നത്. അതും നന്നായിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റി വരുന്നവരെ നന്നായിട്ട് വരട്ടിയെടുക്കണം. മാക്സിമം അതിലെ വെള്ളമെല്ലാം വറ്റിച്ച് എണ്ണ തെളിയുന്നവരെ വേണം അത് വരട്ടിയെടുക്കാൻ. ഇനി നമുക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, അതേപോലെ 1 ടീസ്പൂൺ നെയ്യ്. ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. 1 ടീസ്പൂൺ നെയ്യ് നമ്മളിതിലേക്ക് ഫ്രഷ് ആയിട്ട് തന്നെ ചേർക്കണം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളമൊക്കെ നന്നായി തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു 10 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. അത് ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ഒരു വിസിൽ കേൾപ്പിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രമേ നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ അത് വേവിനെ ബാധിക്കും. അപ്പോൾ കംപ്ലീറ്റ് പ്രഷർ പോയപ്പോൾ ഞാൻ കുക്കർ ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട്. നമ്മുടെ റൈസൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമേ സെർവ് ചെയ്തപ്പോൾ കാണിച്ചില്ലേ, നല്ല ഒട്ടും വിട്ട് വരാതെ. ഇത് ഒന്ന് തണുത്തതിന് ശേഷം കേട്ടോ കറക്റ്റ് ആ പരുവത്തിലേക്ക് വരിക. അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ടൊമാറ്റോ റൈസ് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.